ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Red Carpet. Stay tuned for your favorite celebrity. Hi, hello, very good evening and welcome to Red Carpet on Astraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എന്നതാ റെഡ് കാർപ്പറ്റിൽ എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സൺഡേസിലും ഈ ഒരു 7 PM ആകുമ്പോൾ എല്ലാ ലിസണേഴ്സും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ വീക്കിലെ സെലിബ്രിറ്റി ആരായിരിക്കും എന്നുള്ളതാണല്ലേ. ഏത് സെലിബ്രിറ്റിയുടെ വിശേഷങ്ങളായിരിക്കും കേൾക്കാനായിട്ട് പോവുക എന്ന് എല്ലാവരും ഇങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും ആ ഒരു ക്യൂരിയോസിറ്റിക്ക് വിരാമം ഇട്ടുകൊണ്ട് എന്നും ഒരു അടിപൊളി സെലിബ്രിറ്റിയുമായിട്ടാണ് റെഡ് കാർപ്പറ്റ് എന്ന ഈ ഒരു ഷോയിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു ഗായികയാണ്. അതിലുപരിയായിട്ട് നമ്മൾ മലയാളികൾക്ക് ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച, ഒരുപാട് കവിതകൾ സമ്മാനിച്ച ONV കുറുപ്പ് സാറിന്റെ ചെറുമകളുമായിട്ടുള്ള അപർണ രാജീവാണ്. ഹായ് മാം, നമസ്കാരം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഹായ് അനുഷ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു അല്ലേ. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു ഒരു ഗായികയാണ്, അതിലുപരിയായിട്ട് ONV സാറിന്റെ ചെറുമകളാണ്. അപ്പോൾ ഒരു ഗായികയാണ്, അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു വ്യക്തി കൂടാണ്. അപ്പോൾ ഒരു പാട്ട് പാടി തന്നെ നമുക്ക് ഈ ഒരു ഷോ അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, തീർച്ചയായിട്ടും. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടിയത് കുന്നെല്ലിൻ കതിരോല എന്നുള്ള പാട്ടാണ്. അത് മെയ്ഡ് ഇൻ US എന്നുള്ള സിനിമയിൽ ഉള്ള പാട്ടാണ്. രാജീവ് അഞ്ചൽ അങ്കിളിന്റെ ഡയറക്ഷനാണ്. വിദ്യാസാഗർ സാറിന്റെ സംഗീതമായിരുന്നു. പിന്നെ മുത്തശ്ശന്റെ വരികളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. മുത്തശ്ശന്റെ വരികൾ പാടി തുടങ്ങാൻ പറ്റി എന്നുള്ളത്. അപ്പൊ ആ പാട്ട് ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണെന്നുള്ളത് എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മുടെ ആ ബാല്യകാലത്തിലേക്കൊക്കെ പാട്ട്. അതെ 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 അതെ. അത് മാധവന്റെ ഫസ്റ്റ് മലയാളം മൂവി ആയിരുന്നു. പിന്നെ ജയേട്ടന്റെ ഒരു മെയിൽ വേർഷനും ഉണ്ട് ഈ പാട്ടിന്. അപ്പൊ ഈ പാട്ടിന്റെ ഒരു 4 വരി പാടാം. ഓക്കെ ഓക്കെ. പൊന്നെല്ലിൻ കതിരോലത്തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലു കാണാൻ, പുഴവക്കിൽ പൂക്കൈത കുളിർനില ചന്ദന കുറിയിട്ടു നിൽക്കുന്ന കാഴ്ച കാണാൻ, എന്നിനി 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 പോകുന്ന എന്റെ നെഞ്ചിൽ കുറുകുന്ന പൊൻപ്രാവേ, പൊന്നെല്ലിൻ കതിരോലത്തുമ്പത്ത് പൂത്തുമ്പി പൊന്നൂയലാടുന്ന ചേലു കാണാൻ. വാവ്, സൂപ്പർ സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് എപ്പോ കേട്ടാലും ഞാനും എന്റെ ആ പഴയ ബാല്യകാലത്തിലൊക്കെ പോയി വരുന്ന ഒരു പാട്ട് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ മാമിന്റെ ഒരു കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ONV കുറുപ്പ് സാറിന്റെ ആ ഒരു മനോഹരമായ പഴയ ഗാനങ്ങളൊക്കെ കേട്ട് വളർന്ന ഒരു കുട്ടിക്കാലമാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു കുട്ടിക്കാലവും ആ ഒരു ബോണ്ടിങ്ങും ഒക്കെ എങ്ങനെയായിരുന്നു? മുത്തശ്ശനും അച്ഛമ്മയും ഞാൻ, അമ്മ, അച്ഛൻ, ഞങ്ങൾ ഒരുമിച്ചാണ് എന്റെ കല്യാണം കഴിയുന്നവരെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെയാണ് നിന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുത്തശ്ശനായിട്ട് ഇപ്പൊ ഒരുപാട് നല്ല നല്ല ഓർമ്മകളും ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ മുത്തശ്ശൻ ഞാൻ ചെറുതായിരുന്നപ്പോ മുത്തശ്ശൻ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ആ ഒരു ചെറിയ പ്രായത്തിൽ നമുക്ക് അറിയില്ലല്ലോ മുത്തശ്ശൻ ആരാണ്. ഇപ്പൊ നമുക്ക് വീട്ടിലും എന്റെ മുത്തശ്ശനാണ് എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതുപോലെയൊക്കെ എഴുതാനും ഒക്കെ ഇരുന്നിട്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. കവിതകളൊക്കെ ചെറുതായിട്ടുള്ളൊക്കെ എഴുതിയിട്ട് മുത്തശ്ശൻ എന്നെ കൊണ്ട് കാണിക്കും. ഞാൻ ഒരു 6-7 വയസ്സൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് പാടിക്കൊക്കെ ചെയ്യുമായിരുന്നോ? പതിയെ പാട്ടൊക്കെ പാടാൻ പറയൂ, വന്നിട്ട് എഴുതി കാണിച്ചിട്ട് കവിത? അല്ല, പാട്ട് ഞാൻ ആക്ച്വലി എന്റെ അമ്മയച്ഛനൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഞാനൊരു 3-4 വയസ്സൊക്കെ ഉള്ളപ്പോഴേ പാട്ടുകൾ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേൾക്കാൻ. പാട്ട് കേട്ടിട്ട് ഉറങ്ങുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ അക്ഷരങ്ങളൊന്നും ശരിയായിരിക്കില്ല, പക്ഷെ ഇങ്ങനെ പാട്ട് അങ്ങനെ കേട്ടിട്ട് വേർഡ്സ് ഒന്നും നമ്മളൊന്നും ആ ഒരു ഏജ് അല്ലല്ലോ. 3-4 വയസ്സെന്നൊക്കെ പറഞ്ഞ ആ ഒരു ഏജിൽ അങ്ങനെ പാടുമായിരുന്നു. ആ കേട്ട പോലെ അങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ആ ട്യൂണിൽ പാടും. വേർഡ്സ് ഒക്കെ നേരെ ഒന്നും ആയിരിക്കില്ല. അപ്പൊ പാട്ടിനൊരു ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് അന്നേ വീട്ടിലെല്ലാവർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു 7 വയസ്സൊക്കെ അപ്പൊ പാട്ട് പഠിക്കാൻ ചേർന്നു. പിന്നെ അല്ലാതെ ഇപ്പം വീട്ടിലൊരു പാട്ടിന്റെ അന്തരീക്ഷം അല്ലെങ്കിലും ഉണ്ട്. ഇപ്പൊ മുത്തശ്ശനായാലും അച്ഛനായാലും പാട്ട് ഒരുപാട് ഒരു പാഷനായിട്ട് കൊണ്ടുപോകുന്നതാണ് അച്ഛൻ. അപ്പൊ അച്ഛന് വലിയ കളക്ഷൻ ഉണ്ട് പാട്ടുകളുടെ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അതൊക്കെ കേൾപ്പിച്ചു തരുമായിരുന്നു. ഇപ്പൊ ഹിന്ദി ആണെങ്കിലും മലയാളവും തമിഴൊക്കെ പഴയ പാട്ടുകളുടെ വലിയൊരു കളക്ഷൻ. അപ്പൊ അതൊക്കെ അന്നൊക്കെ കാസറ്റ് ആണല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ടേപ്പ് റെക്കോർഡിൽ വെച്ചിട്ട് അപ്പൊ അങ്ങനെ പാട്ടുകൾ അങ്ങനെ കേൾക്കുമായിരുന്നു. ഒരുപാട് ഞാനായിട്ട് എഫേർട്ട് എടുത്തില്ലെങ്കിൽ ഞാൻ കുഞ്ഞിതാകുമ്പോഴേ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുകയാണ്. അച്ഛനിങ്ങനെ ഇട്ട് തരും.
പിന്നീട് എനിക്ക് തോന്നുന്നു അത് വളരെ ഒരു യൂസ്ഫുൾ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ആ ഒരു പാട്ട് കേൾക്കുന്ന ഒരു കൾച്ചർ. അതെ, ആ ഒരു ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ പാട്ട് കൂടിയതാണല്ലേ, ഒരു കൂടപ്പറപ്പിനെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മാം, ശരിക്കും മാമിന്റെ റോൾ മോഡൽ ആരായിരുന്നു കുട്ടിക്കാലത്ത്? പാട്ടിന്റെ കാര്യത്തിൽ എനിക്ക് ചിത്ര ചേച്ചി തന്നെയാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന, അങ്ങനത്തെ അഡ്മയർ ചെയ്യുന്ന ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സ് നമുക്ക് ഉണ്ട്. ഇപ്പൊ ചിത്ര ചേച്ചി എന്ന് മാത്രമല്ല, ഇപ്പൊ ജാനകി അമ്മയും സുശീലാമ്മയും സുജാത ചേച്ചിയും, പിന്നെ ഹിന്ദിയിലാണെങ്കിൽ ലതാജി, ആശാജി, അങ്ങനെ നമുക്കൊരു വാണി ജയറാം മാമൊക്കെ ഒരുപാട് നമുക്ക് അങ്ങനെ ഒരു വലിയൊരു നിര ഉണ്ടല്ലോ. അങ്ങനെ ചോദിക്കാൻ ഇപ്പൊ ദാസേട്ടനൊക്കെ ഉണ്ട്. അപ്പൊ പക്ഷെ എന്തോ ഒരു പ്രത്യേക ഒരു ഇഷ്ടം എപ്പോഴും ചിത്ര ചേച്ചിയുടെ പാട്ടിനോടും പാടുന്ന രീതിയോടും എല്ലാം തോന്നിയിട്ടുണ്ട്. ചെറുതാവുമ്പോഴേ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ചിത്ര ചേച്ചിയുടെ ഒരു ഫോട്ടോ എനിക്ക് എവിടെന്നോ കിട്ടിയത് ഞാനിങ്ങനെ കുട്ടിയായിരുന്നപ്പോ അതിങ്ങനെ സൂക്ഷിച്ചിങ്ങനെ വെക്കുമായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് അത് പോയിട്ട് നോക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പത്തിലെ തൊട്ട് ചിത്രാമ്മയുടെ പാട്ടുകൾ കേൾക്കാനായിരുന്നോ കൂടുതലും താല്പര്യവും ആഗ്രഹമൊക്കെ? കുഞ്ഞിതാവുമ്പോ അച്ഛൻ കേൾപ്പിക്കുന്ന പാട്ടിൽ ഏതാന്ന് വെച്ചാൽ അതെല്ലാം കേൾക്കുന്നുണ്ട്. ചിത്ര ചേച്ചിയുടെ മാത്രമല്ല, പഴയ പാട്ടിലാകുമ്പോ ജാനകിയമ്മയും സുശീലാമ്മയും പി ലീല അങ്ങനെയൊക്കെയുള്ള സിംഗേഴ്സ് ഉണ്ടല്ലോ, വാണിയമ്മ, അവരുടെയൊക്കെയും പാട്ടില് മലയാളവും തമിഴൊക്കെയും അച്ഛൻ അങ്ങനെ ഒരുപാട് കേൾപ്പിക്കുമായിരുന്നു പാട്ടുകൾ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെയും പാട്ടിൽ കേട്ടിട്ട് തന്നെയാണ് വളർന്നിരിക്കുന്നത്. ചിത്ര ചേച്ചിയുടെ മാത്രമല്ല, ഇവരുടെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഓരോ പാട്ടുകൾ ശരിക്കും നമുക്ക് ആ ഒരു സിംഗർ പാടിയാലേ അതിന്റെ അപ്പുറം ഇനി വേറൊരാൾക്ക് പാടാൻ പറ്റില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള സിംഗേഴ്സ് ആണ് ഇവരെല്ലാരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഒരാള് റോൾ മോഡലായിട്ട് പറയാനും പ്രയാസമാണ്. എന്നാലും എല്ലാവർക്കും ഒരു പേഴ്സണൽ ഫേവറേറ്റ്സ് ഉണ്ടാവുമല്ലോ. അതെ അതെ. ശരിക്കും പറഞ്ഞാൽ മാമിന്റേത് കലാപാരമ്പര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ പ്ലേ ബാക്ക് സിംഗിങ് രംഗത്തേക്കുള്ള ആ ഒരു എൻട്രി എങ്ങനെയായിരുന്നു? സിമ്പിൾ ആയിരുന്നു എന്ന് വെച്ചാൽ ഞാന് അങ്ങനെ പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നുള്ളതായിരുന്നില്ല എന്റെ ആഗ്രഹം. ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചിട്ടേ ഇല്ല. കാരണം ഞാൻ സ്കൂളിൽ എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ് തൊട്ട് ഞാൻ യൂത്ത് ഫെസ്റ്റിവലിന് പോയിരുന്ന ഒരു കുട്ടിയാണ്. കോമ്പറ്റീഷൻസിനും എല്ലാം. ഇപ്പൊ ഇന്നത്തെ പോലെയുള്ള റിയാലിറ്റി ഷോസ് ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ എനിക്കൊന്ന് ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ട് വോയിസ് ഓഫ് ദി വീക്ക് എന്നുള്ളൊരു മ്യൂസിക് കോമ്പറ്റീഷൻ ആദ്യമായിട്ട് TV ചാനലിൽ തുടങ്ങുന്നത് ആ സമയത്താണ്. ഞാനൊരു 6th 7th പഠിക്കുമ്പോഴാണ്. അപ്പൊ ആ സമയത്ത് ആ കോമ്പറ്റീഷന് ഞാൻ പോയി. അതിൽ ഞാൻ ഫൈനൽ വരെ എത്തിയിരുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏഷ്യാനെറ്റിൽ തന്നെ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ, മകരിസ എന്നുള്ളൊരു പ്രോഗ്രാം, കുട്ടികളുടെ ഒരു മ്യൂസിക് ഷോ ആയിരുന്നു. അതിനെ ആങ്കർ ചെയ്യാൻ വേണ്ടി വിളിച്ചു. അപ്പൊ അതൊക്കെ നല്ല നല്ല ഓർമ്മകളാണ്. മ്യൂസിക് നല്ലൊരു ജേർണി ആയിരുന്നു. അതൊക്കെ ഇങ്ങനെ അന്ന് ഒരുപാട് പേരുടെ മനസ്സിൽ എന്റെ മുഖം പതിഞ്ഞത് ഈ ഒരു പ്രോഗ്രാം ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുറെ പേര് ഇപ്പൊ എന്നോട് ഇപ്പോഴും ചിലരൊന്ന് ചോദിക്കും കണ്ടിരുന്ന പ്രോഗ്രാം ആണ് അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ്. പിന്നെ അത് കഴിഞ്ഞ് കൈരളിയില് ഗന്ധർവസന്ധ്യ എന്നുള്ള പ്രോഗ്രാം വേണുഗോപാൽ അങ്കിളിന്റെ കൂടെ ആങ്കർ ചെയ്തിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്, അപ്പൊ ഞാൻ 12th പഠിക്കുന്ന സമയമാണ്. ആ സമയത്താണ് രാജീവ് അഞ്ചൽ എന്നുള്ള ഡയറക്ടർ, അദ്ദേഹം നമ്മുടെ ഫാമിലി ആയിട്ട് അടുപ്പുള്ള, മുത്തശ്ശനൊക്കെ ആയിട്ട് ഒരുപാട് അടുപ്പുള്ളതും വീട്ടിലൊക്കെ അങ്ങനെ ഇടയ്ക്ക് വരും. അങ്ങനെ രാജീവ് അങ്കിൾ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ മുത്തശ്ശനിട്ട് ഏത് സിനിമയിലാണ് ഇപ്പൊ എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്, ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് ഇപ്പൊ പാട്ട് ചെയ്തതെന്നൊന്നും നമ്മൾ ആരും അതൊന്നും അന്വേഷിക്കാറില്ല. അപ്പൊ 12th ആ ഒരു സമയത്ത് എന്റെ ബോർഡ് എക്സാം സമയമാണ്. അപ്പോ രാജീവ് അങ്കിൾ ഇങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചു. ഞാനിപ്പോ എറണാകുളത്ത് എന്റെ വളഞ്ഞമ്പലം എന്നുള്ള എന്റെ വീടിന്റെ അടുത്തുള്ള അമ്പലമാണ്. ആ അമ്പലത്തില് ഭജനയുടെ കാര്യമായിട്ട് നിൽക്കുന്ന സമയം, ഭജൻ കോൺസേർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ അങ്കിള് എറണാകുളത്തെ വീട്ടിലേക്കാണ് വിളിച്ചത്. ഇവിടെ വീട്ടിൽ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് എറണാകുളത്തുള്ള വീട്ടിലത്തെ നമ്പർ അച്ഛമ്മ കൊടുത്തു. അപ്പൊ അങ്ങനെ അവിടേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സിനിമ ഉണ്ട്, അതില് മുത്തശ്ശൻ ആണ് എഴുതുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കിക്കൂടെ, അവിടെ ചെന്നൈയിൽ ഒന്ന് വന്ന് വിദ്യാസാഗർ സാറിന്റെ അടുത്ത് ഒന്ന് പാടി കേൾപ്പിക്കണം. സാറിന് ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്കത് അപർണ നമുക്ക് ഈ സിനിമയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് അങ്കിളിനുണ്ട്. പക്ഷെ വിദ്യാസാഗർ സാർ ആയതുകൊണ്ട് നമുക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല, സാറിന് ഇഷ്ടമായാലും മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു ആദ്യമേ. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് ശരിക്കും ഭയങ്കര, കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് ഞാൻ ലിറ്ററലി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ആ സമയത്താണ് അങ്ങനെ വന്നത്. ഒരു ഞെട്ടലായിരുന്നല്ലോ അത് കേട്ടപ്പോ. അത് ഞെട്ടലായിരുന്നു, എക്സൈറ്റ്മെന്റും ടെൻഷനും. അതിലേറെ ടെൻഷനായിരുന്നു. സാറെന്നൊക്കെ പറഞ്ഞ അന്ന് എത്രയോ എന്താ പറയാ തിരക്ക് പിടിച്ചുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ. ഇങ്ങനെ ഒരുപാട് തമിഴിലും മലയാളവും കന്നഡ എല്ലാത്തിലും തെലുങ്കിലൊക്കെയും ഒരേ സമയത്ത് ഇങ്ങനെ കുറെ പാട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ആരാധിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണെന്ന് പറഞ്ഞപ്പോഴേ ടെൻഷനായിരുന്നു. ഈ ടെൻഷനും ഒക്കെ വന്ന് പേടിയൊക്കെ കൂടിയിട്ട് പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ വന്നായിരുന്നു ഇടയ്ക്ക്? അല്ലല്ല, എന്തായാലും പോയി. കാരണം ഞാനും അമ്മയും അച്ഛനും കൂടെ ഞങ്ങള് ചെന്നൈയിൽ പോയി. എന്റെ 12th എക്സാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ബുക്സ് ഒക്കെ എടുത്തിട്ടാണ് പോയത് പഠിക്കാനുള്ളതും. അപ്പൊ അവിടെ പോയി സാറിന്റെ ആദ്യം വോയിസ് ടെസ്റ്റ് ആയിരുന്നു. അപ്പൊ സാറിന്റെ പാട്ട് ഒരെണ്ണം പാടി കേൾപ്പിച്ചു. അപ്പൊ അതില് സാറിന് വോയിസ് ഇഷ്ടമായി. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിലേക്ക് പാടാം എന്നുള്ള രീതിയിൽ അങ്ങനെ സാർ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് പിന്നെ റെക്കോർഡിംഗ് ഒരു ഡേറ്റ് വേറെ ദിവസമായിരുന്നു. അപ്പൊ അങ്ങനെ അത് പിന്നെ പോയിട്ട് അങ്ങനെ പാടുമായിരുന്നു. നല്ലൊരു മെമ്മറി തന്നെയാണ് ഫസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും.
അതും സ്വന്തം മുത്തശ്ശന്റെ ആ ഒരു വരികളിൽ പിറന്ന ആ ഒരു പാട്ട്. അതെ, അതൊരു വളരെ റെയർ ആയിട്ടുള്ള ഒരു ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു സിംഗറിന് മുത്തശ്ശന്റെ വരികൾ പാടി തുടങ്ങുക എന്നുള്ളത് ശരിക്കും വളരെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. അതെ അതെ, തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാല് അദ്ദേഹം ഒരു വലിയ കവിയാണ്. അത് മാത്രമല്ല ഇപ്പൊ മാമിന്റെ ഫാദർ ആണെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മ്യൂസിക് ഫീൽഡ് അല്ലെങ്കിൽ എഴുത്തിന്റെ വഴി ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്യണമെന്ന് ചെറുപ്പത്തിലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? ഇല്ല, എനിക്ക് അങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കത് എന്താണെന്നറിയില്ല, എനിക്ക് അങ്ങനെ ആഗ്രഹം ഈ ഫീൽഡിലേക്ക് വരണം എന്നൊരു ആഗ്രഹം തോന്നിയിട്ടില്ല. പക്ഷെ പാട്ട് എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. പാട്ട് ഞാൻ അങ്ങനെ ഇപ്പൊ ഒരു പാട്ട് തന്നെ ഇത് കരിയർ ആയിട്ട് പാട്ടിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നില്ല. കാരണം എനിക്ക് അതിനെനിക്ക് തോന്നുന്ന ഒരു റീസൺ ഞാൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ 10th-ലാണെങ്കിലും 12th-ലാണെങ്കിലും ഒക്കെ നല്ല മാർക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ അത് കഴിഞ്ഞപ്പോ BCom ഒക്കെയാണ് എടുത്തത്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ MBA ചെയ്തു. അപ്പൊ MBA കഴിഞ്ഞ് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിട്ട് ഒരു കമ്പനിയിൽ ജോലിയായി. പക്ഷെ അപ്പോഴൊക്കെയും ഇതേപോലെ സിനിമയിലെ അവസരങ്ങൾ വരുമ്പോ പോയി പാടുന്നുണ്ട്. അപ്പൊ ഞാനായിട്ട് ആ അവസരത്തിന് വേണ്ടി ഒന്നും ഇപ്പൊ ആരെങ്കിലും വിളിക്കുക അല്ലെങ്കിൽ അവർക്കൊരു പാട്ട് അയച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ശരിക്കും ഈ ഫീൽഡിൽ ചെയ്യേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല, ആ സമയത്ത് ചെയ്യില്ലായിരുന്നു. കാരണം അങ്ങനെ ആ ഒരു കരിയർ വേണമെന്ന് ആലോചിക്കാത്തതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അല്ലാതെ വന്ന് ശരിക്കും ഭാഗ്യങ്ങൾ തന്നെയാണ് ഈ അവസരങ്ങളെല്ലാം ഒരു സ്റ്റേജ് വരെ. അപ്പൊ ചെറുപ്പത്തിൽ ഇപ്പോ മാമിനോട് ഇപ്പോ ചോദിക്കുന്നു ആരെങ്കിലും ഒക്കെ വന്നിട്ട് ആരാകാനാണ് ആഗ്രഹം വലുതാകുമ്പോൾ, അപ്പൊ എന്തായിരുന്നു അന്ന് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ കുട്ടിയായിരുന്നപ്പോ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നത് ഡോക്ടർ ആവണമെന്നാണ്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി എനിക്കത് 10th ഒക്കെ ആയിരുന്നപ്പോ എനിക്ക് ബയോളജി വലിയ ഇഷ്ടമുള്ളൊരു സബ്ജക്ട് ആയിരുന്നു. നല്ല മാർക്സ് ഒക്കെ കിട്ടുമായിരുന്നു. പക്ഷെ എനിക്ക് ഫിസിക്സ് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ എൻട്രൻസിനുള്ള ആ ഒരു ടെൻഷൻ അത് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. എനിക്ക് അത്രയും എനിക്ക് സ്ട്രെസ്സോ എനിക്ക് ടെൻഷനൊന്നും, കാരണം ഒരു ചെറിയൊരു തെറ്റ് വന്ന് ഒരു ഇതിനെങ്ങാനും മിസ്സായി പോയാൽ പിന്നെ നമ്മൾ ഒന്നും കൂടി ഇരുന്ന് പഠിച്ചിട്ട് അടുത്ത് റിപ്പീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത് അത്രയും ഒരു കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും വേണം അതിന്. അപ്പൊ അത്രയും എനിക്ക് ഇല്ല എന്നല്ല എനിക്ക് തോന്നിയിരുന്നു ആ സമയമായപ്പോ. അപ്പൊ അങ്ങനെ പിന്നെ അത് വിട്ടു ആ ആഗ്രഹം. പിന്നെ എന്താന്നുള്ള പിന്നെ എന്ത് വേണം എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല ആക്ച്വലി എന്താവണം എന്നുള്ളത്. അപ്പൊ ഞാൻ കോമേഴ്സ് എടുത്തു. കോമേഴ്സ് ഞാൻ ഇതുവരെയും പഠിച്ചിട്ടില്ല എന്താന്ന്. അപ്പൊ കോമേഴ്സ് എന്താന്നൊന്നും അറിയണം തോന്നി. അങ്ങനെ കോമേഴ്സ് പോയി എടുത്തു, അത് പഠിച്ചു. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് BCom. അപ്പൊ കോമേഴ്സ് ഇഷ്ടമായി. പിന്നെ അങ്ങനെ BCom ചെയ്തു, MBA ചെയ്തു. അപ്പൊ ആ സമയത്തൊക്കെ MBA ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ജോലി വേണം എന്നുള്ള ഒരു ചിന്തയായി. HR ആയിരുന്നു എന്റെ സ്പെഷ്യലൈസേഷൻ. അപ്പൊ അങ്ങനെ ഒരു ഒരു കമ്പനിയിലെ HR ടീമിലേക്ക് സെലക്ഷൻ കിട്ടി. അപ്പോ അങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്തും ഞാൻ പാട്ട് ക്ലാസ് അപ്പോഴും ഉണ്ട് എനിക്ക്. ഞാൻ ഓമനിക്കുട്ടീസിന്റെ അടുത്ത് ആദ്യം തുടങ്ങിയത്. പിന്നെ ആലപ്പുഴ ശ്രീകുമാർ സാർ ആയിരുന്നു കുറെ വർഷം. അപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ ഈ ജോലി കഴിഞ്ഞ് വന്ന വൈകുന്നേരം ഞാൻ സാറിന്റെ അടുത്ത് ക്ലാസ്സിന് പോകും. അങ്ങനെയായിരുന്നു. അപ്പൊ പാട്ട് എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഡൽഹിയിലേക്ക് പോയപ്പോ സിദ്ധാർത്ഥിന് ഡൽഹിയിലായിരുന്നു ആദ്യം ജോലി. അവിടെ പോയ സമയത്ത് ഞാൻ അവിടെ ഒരു പാട്ട് ക്ലാസ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഹിന്ദുസ്ഥാനി പഠിക്കാൻ ഞാൻ അവിടെ പോയിരുന്നു. എല്ലാ മാസവും ഏകദേശം ഡൽഹിയിൽ നിന്നാണെങ്കിലും എല്ലാ മാസവും ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് എറണാകുളത്തോ അല്ലെങ്കിൽ പരിപാടിക്കോ അല്ലെങ്കിൽ റെക്കോർഡിങ്ങോ അങ്ങനെയായിട്ട് ഞാൻ ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് നാടും ഡൽഹിയായിട്ട് ഇങ്ങനെ ട്രാവലിംഗ് ആയിരുന്നു ഒരു 2-3 വർഷത്തോളം. പക്ഷെ മോൻ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ആക്ച്വലി എനിക്ക് എന്തിനാ ഞാൻ വേറെ ജോലി ഞാൻ അപ്പോഴും ഒരു ജോലി നോക്കുന്ന സമയത്താണ് ഞാൻ പ്രഗ്നന്റ് ആയതും പിന്നെ മോനായി. അപ്പൊ മോൻ ചെറുതായിരുന്നപ്പോ പിന്നെയും എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷെ പിന്നെ എനിക്ക് തോന്നി അപ്പോഴും റെക്കോർഡിങ്സിന് പോകുന്നുണ്ട്. എന്നാലും പാട്ടൊരു മെയിൻ ആയിട്ട് എടുക്കണം എന്നുള്ള ഒരു ചിന്ത പിന്നെയാണ് വന്നത്. മോനൊരു 2-3 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് എനിക്ക് വന്നത്. ഒരു 2014 ആ സമയത്താണ് എനിക്ക് തോന്നിയത് എന്തിനാ ഞാൻ ഈ ഒരു സന്തോഷം എനിക്ക് വേറെ ഒരു ജോലിയിലും കിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ റെക്കോർഡിങ്ങിനോ അല്ലെങ്കിൽ പ്രോഗ്രാമിനോ പോകുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിനുവേണ്ടി പാട്ട് പഠിക്കുമ്പോഴും നമ്മളത് പെർഫോം ചെയ്തു, ആൾക്കാർ നന്നായി എന്ന് പറയുന്നു, ക്ലാപ്പ് ചെയ്യുന്നു ഓഡിയൻസ് ഒക്കെ. അപ്പൊ അതൊക്കെ ശരിക്കും ഒരുപാട് സന്തോഷമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, പിന്നെയാണ് അത് എന്തുകൊണ്ടാണ് അത്ര ലേറ്റ് ആയെന്ന് അറിയില്ല എനിക്കത് തോന്നാൻ. പിന്നെ എനിക്ക് തോന്നി എന്തിനാ ഞാൻ ഇതന്നെയല്ലേ എന്റെ വഴിയെന്ന് എനിക്ക് അപ്പൊ തോന്നി. അപ്പൊ അങ്ങനെ പിന്നെയാണ് അതിലേക്ക് സീരിയസ് ആയിട്ട് കരിയർ ആണ് ഇതാണ് എന്റെ വഴി എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ അപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങിയത്. മുത്തശ്ശൻ ഒരു എഴുത്തുകാരനാണ്. അപ്പൊ അതുപോലെ കൊച്ചുമോളും ഒരു എഴുത്തിലേക്ക് തിരിഞ്ഞ ആ ഒരു സംഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഈ ചെറുപ്പത്തിലെ തന്നെ കുട്ടി കവിതകളൊക്കെ എഴുതി? ഇല്ലില്ല, ഞാൻ ആ ചെറിയ കുട്ടിയാകുമ്പോഴുള്ള അങ്ങനെ ചെറിയ കുഞ്ഞു കവിതകളൊക്കെ ഇങ്ങനെ ഒരു 6-7 വരികളോ അല്ലെങ്കിൽ 4-5 വരികളൊക്കെ ഉള്ള കുഞ്ഞു ഓരോന്ന്, അതിങ്ങനെ കവിത അതൊന്നും തന്നെ പറയാൻ പറ്റില്ല. അങ്ങനെ വെറുതെ വരികളൊക്കെ കുറച്ചിങ്ങനെയൊക്കെ അത് കുറച്ച് ചെറിയ വയസ്സിലാണ്, 7-8 വയസ്സൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ കൊണ്ട് ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ കൊണ്ട് കാണിക്കുമായിരുന്നു മുത്തശ്ശനെ. പിന്നെ കഥകള് സ്കൂളിലെ കഥാ മത്സരത്തിനൊക്കെ പോയിട്ട് സമ്മാനമൊക്കെ കിട്ടുമായിരുന്നു. ഇങ്ങനെ കഥാരചന മത്സരമില്ലേ, അതിനൊക്കെ പോവായിരുന്നു. അതിന് പോയിട്ട് സമ്മാനമൊക്കെ കിട്ടും. സ്കൂൾ മാഗസീൻസിന് വേണ്ടി ആർട്ടിക്കിൾസ് എഴുതുമായിരുന്നു, കഥകൾ എഴുതുമായിരുന്നു, അതൊക്കെ ചെയ്യുമായിരുന്നു. ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ടീച്ചേഴ്സ് കാർമലിലാണ് ഞാൻ 10th വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഹോളി ഏഞ്ചൽസ് ആയിരുന്നു, പിന്നെ മാർവാനസ് ആയിരുന്നു കോളേജ്. കാർമൽ സ്കൂളിൽ എനിക്ക് ഭയങ്കര എൻകറേജ്മെന്റ്, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ
അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്കത് ഒരുപാട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ആ ഒരു മ്യൂസിക് ജേർണിയിൽ എന്റെ ഒരു കരിയറിലേക്ക് ഷേപ്പ് ചെയ്യാൻ ആക്ച്വലി എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം ഞാൻ ആ സമയത്ത് ഈ മഗ്രിസ എന്നുള്ള പ്രോഗ്രാമിന്റെ ഷൂട്ട് എല്ലാ മാസവും ഒരു 3-4 ദിവസത്തേക്ക് ഞാൻ സ്കൂളിൽ പോയില്ല ഇതിന്റെ ഷൂട്ടായിട്ട്. പിന്നെ അത് 10th പഠിക്കുമ്പോഴാണ്. 10th അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും ഒരുപാട് എന്നെ സഹായിച്ച് നോട്ട്സ് ഒക്കെ എനിക്ക് തരിക. ടീച്ചേഴ്സ് ആണെങ്കിലും എന്നെ ഒരിക്കലും ചീത്ത പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് ഇപ്പൊ പോകുന്നു അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ 11th and 12th ആയപ്പോ ഞാൻ ഗന്ധർവസന്ധ്യ ആങ്കർ ചെയ്യുന്ന സമയമാണ്. 12th എക്സാമിന്റെ സമയത്തൊക്കെ ഞാൻ ഇതേപോലെ എക്സാമിന് മോഡൽ എക്സാമിനും അതിനൊക്കെ മുമ്പൊക്കെ ഞാൻ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ലീവാണ് ഈ ഷൂട്ടായിട്ട്. അപ്പൊ അവിടെ വെച്ച് വളരെ എനിക്ക് ഭാഗ്യവശാൽ അങ്ങനെ ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെ ഒരു നല്ല കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവിടെയാണെങ്കിലും. അപ്പൊ ഈ പഠനവും കൂടി അതിനൊപ്പം എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോയത്? അത് എനിക്കറിയില്ല എങ്ങനെയാണ് ഞാൻ മാനേജ് ചെയ്ത് പോയി. ചിലപ്പോൾ പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധി കൂടുതലുള്ള കുട്ടിയായതുകൊണ്ടായിരിക്കും. അങ്ങനെയൊന്നും അങ്ങനെയല്ല, പക്ഷെ ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. അതെനിക്കറിയാം. ഞാൻ സ്കൂളിലും 10th എക്സാം ആണെങ്കിലും 11th 12th ആ സമയത്തൊക്കെ ഞാൻ നല്ലോണം എഫേർട്ട് ഇട്ട് നല്ലോണം പഠിക്കും. കാരണം എനിക്ക് ഈ ക്ലാസ് പോകുന്നതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ക്ലാസ് പോകുന്നതുകൊണ്ട് അയ്യോ എനിക്ക് മാർക്സ് കുറയോ അല്ലെങ്കിൽ എനിക്കത് ആ സബ്ജക്റ്റിൽ ഞാൻ പുറകോട്ട് പോവോ എന്നൊക്കെയുള്ള. പിന്നെ ചില ടീച്ചേഴ്സിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പൊ ആ ടീച്ചേഴ്സിന് ഇതേപോലെ ഞാൻ നല്ല മാർക്സ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എന്നോട് വന്നിട്ട് ഒരു ടീച്ചർ എക്കണോമിക്സ് എനിക്ക് എപ്പോഴും നല്ല മാർക്സ് വാങ്ങിച്ചിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ മോഡൽ എക്സാമിന് ചെറിയ മാർക്സ് കുറഞ്ഞപ്പോഴേക്കും കുറച്ച് കുറഞ്ഞു. കാരണം ആ സമയത്ത് ഷൂട്ടൊക്കെ ആയിട്ട് ഞാൻ കുറച്ചൊന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പൊ മോഡൽ എക്സാമിന് കുറച്ച് കുറഞ്ഞപ്പോഴേക്കും ആ ടീച്ചർ വന്നിട്ട് ഇങ്ങനെ ആ മാം സംസാരിച്ച മാമിന്റെ കണ്ണ് നിറഞ്ഞിട്ട് എന്നോട് സംസാരിച്ച്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര പിന്നെ ഞാൻ എക്കണോമിക്സ് ആണ് മിക്ക സമയം ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പക്ഷെ നല്ല മാർക്സ് ആയിരുന്നു. ഞാൻ 10th സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു 10th വരെ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ജമ്പ് ചെയ്ത് ഞാൻ ISCയിലേക്കാ പോയത് 11th 12th. അപ്പൊ ഊഹിക്കാലോ എത്ര ഉണ്ടായിരുന്നു പഠിക്കാന്നുള്ളത്. അപ്പൊ അങ്ങനെ ഭയങ്കര ജമ്പ് ആയിരുന്നു. അത് എല്ലാരും പറയും അയ്യോ ഇങ്ങനെ 10th സ്റ്റേറ്റ് സിലബസിൽ എന്തിനാ ISCയിലേക്ക് പോയെന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ ഞാൻ പഠിത്തം നല്ലതായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിലും നമുക്കിപ്പോ നമ്മുടെ വഴി പാട്ടാണ് എന്നുള്ളതാണല്ലോ. ഇപ്പൊ ഇടയ്ക്ക് ആങ്കറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് മാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരുമാനിച്ചില്ലായിരുന്നു ഇടയ്ക്ക് ആങ്കറിംഗ് ആ ഒരു മേഖല? ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് ഞാനൊരു കരിയർ അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോലി തന്നെയാണ്. ജോലി എന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു ആങ്കറിംഗ്. ഞാൻ ആ സമയത്ത് എൻജോയ് ചെയ്തിട്ടുണ്ട്. മഗ്രിസ ചെയ്യുമ്പോഴും ഗന്ധർവസന്ധ്യ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ആങ്കറിംഗ്. പിന്നെ അതുപോലെ എനിക്ക് എന്താ പറയാ ഇപ്പൊ മധു സാറിനെ പോലെ ഒരു വലിയ ലെജൻഡിന് അദ്ദേഹത്തിന്റെ 90ാം പിറന്നാൾ ആ സമയത്ത് നവതിയോടനുബന്ധിച്ച് എനിക്ക് അദ്ദേഹത്തെ മനോരമ ഓൺലൈനിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്യാനുള്ള വലിയ ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പൊ അതൊരു അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാന്നൊക്കെ പറയുമ്പോ ഞാൻ അയ്യോ അപ്പൊ ഞാൻ അങ്ങനെ അദ്ദേഹത്തെ കുറിച്ചുള്ള ആർട്ടിക്കിൾസും അങ്ങനെയൊക്കെ നമ്മളിരുന്ന് നോക്കി റെഫറൻസ് ഒക്കെ നോക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ പോയി ചോദിച്ചു. അപ്പൊ അതൊക്കെ എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തെ അങ്ങനെ അത്രയും വലിയൊരു എന്താ പറയാ അങ്ങനെ ഒരു വ്യക്തിത്വം പിന്നെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റാന്നുള്ളതേ അതൊരു ഭാഗ്യമല്ലേ. അപ്പൊ അങ്ങനെ ചെയ്തു. പിന്നെ മറ്റേ പ്രിൻസസ് അവരെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഓണത്തിന്റെ സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില വിചാരിക്കാതെ കിട്ടുന്ന ചില ഭാഗ്യങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഞാൻ ആസ്വദിച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെ അതിലേക്ക് തന്നെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. ഇല്ല. ONV കുറുപ്പ് സാർ എഴുതിയ പാട്ടുകളിൽ മാമിന്റെ ഒരു ഫേവറേറ്റ് സോങ് ഏതായിരിക്കും? മുകേഷിന്റെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടിലുണ്ട്. കുറെ പാട്ടിലുണ്ട് ഇഷ്ടമുള്ളത്. പരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, ശരദിന്ദു മലർദീപ നാളം നീട്ടി, കാതിൽ തേന്മഴയായി. പറയാനാണെങ്കിൽ ഒരു ലിസ്റ്റ് തന്നെ ഇങ്ങനെ വരുമല്ലോ. അതൊരു വലിയ ലിസ്റ്റാണ് ആക്ച്വലി. എനിക്ക് ഒരുപാട് മനസ്സിലിങ്ങനെ നമുക്കൊരു സ്പെഷ്യലായിട്ട് നമുക്ക് ഇഷ്ടം തോന്നുന്ന അങ്ങനെ കുറെ പാട്ടുകള് കുറെ പാട്ടിലുണ്ട്. ആ കൂട്ടത്തിൽ കുറെ മുത്തശ്ശന്റെ പാട്ടിലുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു പാട്ട് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ടൊന്ന് പാടാവോ? ഓക്കെ. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചുപോയി, ഒരു മാത്ര വെറുതെ നിനച്ചുപോയി. വാവ്, സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാട്ട് പ്രായഭേദമന്യേ എല്ലാവരും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ വരെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്. ഐ മിസ് യു എന്ന് പറയുന്നതിന് പകരം ONV കുറുപ്പ് സാറ് മനോഹരമായി കുറിച്ചു വെച്ച വരികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങനെ കിട്ടാറുണ്ട്. അങ്ങനെ ഒരുപാട് വീഡിയോസും ഇങ്ങനെ ഓരോ ഫോർവേഡ്സ് ഒക്കെ അങ്ങനെ നമുക്ക് ടാഗ് ചെയ്തിട്ടൊക്കെ അങ്ങനെ വരും. ഇങ്ങനെ ഈ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള എന്റെ ആ ഒരു
അതെ അതെ അതെ, ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം ഇമോഷൻസ് പാസ് ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പോ അദ്ദേഹം എഴുതിയ ഈ പാട്ടുകൾ കൂടുതലും പ്രണയ ഗാനങ്ങൾ ഒരുപാട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആരെ നിനച്ചാണ് പാട്ടുകൾ എഴുതിയെന്ന്? ശരിക്കും മുത്തശ്ശിയെ നിനച്ച് തന്നെ ആയിരിക്കുമോ? അതായിരിക്കാം, അതെനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊന്നും മുത്തശ്ശനോട് ചോദിച്ചിട്ടില്ല. നമ്മൾ ആരും അങ്ങനെ മുത്തശ്ശന്റെ ഇപ്പൊ അത് എന്തുകൊണ്ടാണ് മുത്തശ്ശൻ അങ്ങനെ എഴുതിയത്, എന്തായത് മുത്തശ്ശൻ ഉദ്ദേശിച്ച, അങ്ങനെയൊന്നും നമ്മൾ ആരും അങ്ങനത്തെ ഡിസ്കഷൻസ് ഒന്നും നമുക്ക് വീട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതൊരു നോർമൽ നമ്മളെല്ലാരും വീട്ടിലൊരു ഫാമിലി എന്നുള്ള രീതിയിലുള്ള പലതും ഉണ്ടാവുമല്ലോ, കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പൊ പിന്നെ അച്ഛമ്മ മുത്തച്ഛൻ എന്ത് എഴുതിയാലും ആദ്യം അച്ഛമ്മേനെ ആണ് ആദ്യം കേൾപ്പിച്ചിരുന്നത്. ഇപ്പൊ കവിതയായാലും പാട്ടായാലും അത് ഉണ്ടായിരുന്നു, അതറിയാം. അപ്പൊ അവിടുന്ന് ഒരു അപ്രൂവൽ കിട്ടി കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും സമാധാനം കിട്ടിയല്ലേ? ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. മാമിനെ സംബന്ധിച്ച് ഇപ്പോ ഒരു പ്ലേ ബാക്ക് സിംഗർ അല്ലായിരുന്നുവെങ്കിൽ വേറെ ഏത് ഫീൽഡ് ആയിരിക്കും മാം തെരഞ്ഞെടുക്കുക, സെലക്ട് ചെയ്താനെ? എനിക്കറിയില്ല. ഞാൻ ഇപ്പോ MBA BCom അങ്ങനെ ചെയ്ത് MBA ഒക്കെ ചെയ്ത് ഞാനൊരു കമ്പനിയിൽ ഞാൻ 1.5-2 വർഷത്തോളം HR വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ HR ആ ഒരു ജോലിയിൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം ഇങ്ങനെ ട്രെയിനിങ് സെഷൻസ്, ട്രെയിനിങ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്ന, ഇവന്റ്സ് ഓർഗനൈസ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ട് നമുക്ക് എല്ലാ HR-ന്റെ എല്ലാ സ്ട്രീംസിലും നമുക്കിങ്ങനെ കുറച്ചായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. റിക്രൂട്ട്മെന്റ് വിങ്ങിൽ ഉണ്ടാവും, ട്രെയിനിങ് ആ ഒരു സെഗ്മെന്റിൽ ഉണ്ടാവും, അങ്ങനെയൊക്കെ. അപ്പൊ ആ ഒരു ട്രെയിനിങ് സെഷൻസ് ഓർഗനൈസ് ചെയ്യുന്നതും എംപ്ലോയീസിന് വേണ്ടിയുള്ളത് ആ ഒരു ഓർഗനൈസിങ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഞാൻ അത് എൻജോയ് ചെയ്തിരുന്നു ആ സമയത്ത്. അപ്പോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ റിലേറ്റഡ് ആയിട്ട് ചിലപ്പോ അങ്ങനെ ആയിരുന്നിരിക്കാം, എനിക്കറിയില്ല. ചിലപ്പോ ആ ഒരു ഫീൽഡിലേക്ക് പോയാനേ അല്ലേ ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ? കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫീൽഡ് വേണമല്ലോ അല്ലേ? ഇപ്പൊ പാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ മാം പാടിയ പാട്ടുകളിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, മിഴികൾ സാക്ഷി എന്ന സിനിമയിലെ മഞ്ജുധരശ്രീ എന്ന പാട്ട്. ആ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത് ONV കുറുപ്പ് സാറാണ്. അതുപോലെ തന്നെ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് V ദക്ഷിണാമൂർത്തി സാറാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. അതെ അതെ, സുകുമാരി അമ്മ വളരെ ഇത്ര മനോഹരമായി അഭിനയിച്ച ഒരു പാട്ട് സീൻ. സുകുമാരി അമ്മയുടെ ഡാൻസും പിന്നെ വിനീതേട്ടനും ഉണ്ട്. അവരുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഡാൻസ്, നല്ലൊരു വീഡിയോ ആണ്. പാട്ടാണെങ്കിലും പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടിനെ കുറിച്ചൊക്കെ ഒന്നും നമ്മളാരും പറയാനേ നമുക്ക് അർഹതയില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയത്. അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത് എനിക്കത് കാണാൻ പറ്റിയെന്നുള്ളത് ഒരു അപൂർവമായിട്ടുള്ള ഒരു ഭാഗ്യമാണ് എനിക്ക്. അങ്ങനെ ഞാൻ വേറെ ഒരു മ്യൂസിക് ഡയറക്ടർ ഞാൻ അങ്ങനെ ഇരുന്ന് കമ്പോസ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോ അദ്ദേഹം ഈ മഞ്ജുധരശ്രീ എന്നുള്ള പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ അന്ന് അന്ന് റെക്കോർഡിങ്ങിന്റെ അന്നാണ് സാർ ആ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. അത്രയും മതി സാറിന്, അത്രയും നിമിഷ നേരങ്ങൾ മതി ഒരു പാട്ട് കമ്പോസ് ചെയ്യാന്നുള്ള ഒരു വലിയ അത്ഭുതമാണ് ശരിക്കും നമ്മൾ അന്ന് കണ്ടത്. ഒരു 1/2 മണിക്കൂറിൽ സാർ ഇങ്ങനെ ഈ മഞ്ജുധരശ്രീ എന്നുള്ള പാട്ട് തന്നെ ഒരു 3-4 ട്യൂണില് പാടി. അപ്പൊ ഇതിലേത് ട്യൂണാണ് ഞാൻ പഠിക്കേണ്ടതെന്നുള്ള എനിക്ക് ടെൻഷനായി. ഒന്നാമത് നമുക്ക് അങ്ങനെ ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ, ഇതിലേതാണ് ഞാൻ പാടേണ്ടത് എന്താ. അപ്പൊ സ്വാമിക്ക് തന്നെ മനസ്സിലായിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഏതാണോ പാടാൻ പോകുന്നത് ആ ട്യൂണ് ഞാൻ റെക്കോർഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് പാടാം, അത് ഫൈനലാക്കാം. കാരണം എല്ലാ ട്യൂണും ഒന്നിനൊന്ന് മനോഹരാണ്. നമുക്കൊന്നും മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ എല്ലാ മനോഹരമായിട്ടുള്ള രീതിയിലാണ് സ്വാമി ഇങ്ങനെ ഓരോ തവണയും കമ്പോസ് ചെയ്യുമ്പോൾ ആ പാട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ സ്വാമി പറഞ്ഞതിന് ശേഷം ഞാൻ റെക്കോർഡ് ചെയ്ത വേർഷനാണ് പിന്നെ സിനിമയിൽ അങ്ങനെ അത് ഫൈനലായത്. അപ്പൊ അതിനു മുമ്പ് പല രീതിയിലും പല നല്ല നല്ല മനോഹരമായിട്ടുള്ള ട്യൂണിൽ ഈ പാട്ട് സ്വാമി ഇരുന്ന് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഫൈനലാക്കിയത് ഈ ട്യൂണിലാണ്. അപ്പൊ ആ പാട്ടിന്റെ രണ്ടുപേരും ഒന്ന് പാടാവോ? പാടാം. അതിനാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു അംഗീകാരം കിട്ടിയത്. കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയതും ഈ പാട്ടിനാണ്. പിന്നെ കലാ കേരള അവാർഡ്, വേൾഡ് മലയാളി കൗൺസിൽ അവാർഡ്, പിന്നെ ഫിലിം ഫെയറിന്റെ നോമിനേഷൻ ഫൈനൽ വരെ ചിത്ര ചേച്ചിയുടെ കൂടെയാണ് ഫൈനൽ വരെയുള്ള നോമിനേഷനിൽ എത്തിയത് ഈ പാട്ട്. അപ്പൊ അതിനൊരു വലിയൊരു എനിക്കൊരു അവാർഡ് കിട്ടിയ പോലെയാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഈ പാട്ട് എനിക്ക് അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വലിയൊരു ഭാഗ്യം കൊണ്ടുവന്ന പാട്ടാണ്. അപ്പൊ ഞാനത് പാടാം. ഗംഭീരം. ശരിക്കും പറഞ്ഞാലും മാം ആ പാട്ട് പാടുന്ന സമയത്ത് നമ്മൾ ആ ഒരു സുകുമാരി അമ്മയുടെ ആ ഒരു അഭിനയമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുമായിരുന്നു, പെട്ടെന്ന് ആ ഒരു ഓർമ്മയിലേക്കൊക്കെ പോയി. ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം മനോഹരമായിട്ടുള്ള. അതെ, സുകുമാരി അമ്മയുടെ ഓർമ്മകളായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സുകുമാരി അമ്മ മരിച്ച സമയം അങ്ങനെയൊക്കെ ഈ പാട്ട് ഒരുപാട് പേര് റീൽസ് ആയിട്ട് സുകുമാരി അമ്മയെ ഓർക്കുന്ന ആ ഒരു ഓർമ്മ ഇരുന്ന പോലെയുള്ളതിൽ ഈ പാട്ട് യൂസ് ചെയ്തത് തന്നെ എനിക്ക് വലിയൊരു ഒരു ആദരവ് പോലെയാണ്. എനിക്കൊരു വലിയ സന്തോഷമായിരുന്നു അതൊക്കെ കാണുമ്പോൾ. നമുക്ക് വളരെ ചുരുക്കം ചില പാട്ടുകളാണ് മാം പാടിയിട്ടുള്ളത് എങ്കിലും ആ പാട്ടുകളെല്ലാം തന്നെയും ഏതെങ്കിലും വിധത്തില് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകതകളുള്ള ഒരു പാട്ടായിരിക്കും. അത് ശരിക്കും നല്ല ഒരു ഭാഗ്യം തന്നെയാണ്. അതെ, ഭാഗ്യമാണ്. ഞാൻ അങ്ങനെ ഞാനിപ്പോ ഒരു 20 വർഷത്തോളമായി ഇപ്പൊ ഈ ഫീൽഡിൽ. 2005 എന്റെ പാട്ട് ആദ്യം ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് എണ്ണത്തിൽ പറയാനാണെങ്കിൽ ഒരുപാട് പാട്ടുകളില്ല. പക്ഷെ പാടിയതെല്ലാം
ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് പാടിയ പാട്ടിലാണ് എല്ലാം. അങ്ങനെ നമുക്ക് അയ്യോ ഇതിപ്പോ പാടേണ്ടി വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് ഒരു പാട്ടും പാടേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. എല്ലാം കിട്ടിയ പാട്ടിലെല്ലാം മനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. അതുപോലെ തന്നെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് വലിയൊരു ഭാഗ്യം. ഇപ്പോ ദേവരാജൻ അപ്പൂപ്പൻ ഞാൻ വിളിക്കുന്നത്, ദേവരാജൻ അപ്പൂപ്പന്റെ പാട്ട് പാടാൻ പറ്റിയെന്നുള്ളത് ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അദ്ദേഹം അവസാനമായിട്ട് ഒരു ആൽബം ചെയ്തിരുന്നു, ഗുരുദീപം എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതില് ഞാനും ഒരു പാട്ട് പാടിയിരുന്നു. അദ്ദേഹത്തിന്റെ അവസാനം കുറച്ച് വർഷങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോ അച്ഛമ്മ എന്നെയും കൊണ്ട് ദേവരാജ് അപ്പൂപ്പന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവിടെ പോയിട്ട് ഇരുന്നിട്ട് പാട്ടുകൾ ഇങ്ങനെ അപ്പൂപ്പൻ തന്നെ പാട്ടുകൾ എനിക്ക് പാടി പഠിപ്പിക്കുമായിരുന്നു പാട്ടുകൾ. എന്നിട്ട് അങ്ങനെ പാടി പഠിപ്പിക്കുന്ന പാട്ടുകൾ പിന്നെ ആ സമയത്ത് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ അദ്ദേഹം ചെയ്യുമായിരുന്നു, ഇങ്ങനെ ഗാനമേള കുറച്ച് സിംഗേഴ്സിനൊക്കെ വെച്ചിട്ട്. അപ്പൊ അതിൽ എന്നെയും കൂടി ചേർത്തിട്ട് ഈ പഠിപ്പിച്ചു തന്ന പാട്ടിൽ ഏതെങ്കിലുമൊക്കെ ഓരോന്നൊക്കെ അങ്ങനെ ഓരോ പാട്ടിലൊക്കെ അങ്ങനെ പാടിപ്പിക്കും പ്രോഗ്രാംസിൽ. അപ്പൊ അങ്ങനെ അതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഈ ആൽബത്തിൽ പാടിയത് തന്നെ അദ്ദേഹം പഴയ രീതിയിലുള്ള റെക്കോർഡിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ലൈവായിട്ട് വായിച്ചിട്ട് സിംഗർ ലൈവായിട്ട് പാടുന്ന രീതിയിലുള്ള ഒരു റെക്കോർഡിംഗ് ആണ് ഈ ആൽബത്തിൽ ചെയ്തത്. അപ്പൊ ഞാനത് എനിക്ക് അങ്ങനെ ഒരു എന്റെ ജനറേഷനിൽ ഒരാൾക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവാനുള്ള ഒരു വഴിയില്ല. വളരെ റെയർ ആയിട്ടായിരിക്കും കിട്ടുന്നത്. പക്ഷെ എനിക്കത് കിട്ടി. അപ്പൊ എനിക്കത് അറിയില്ലായിരുന്നു ഞാൻ അങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് അറിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ സ്റ്റുഡിയോയിൽ മൊത്തം ഓർക്കസ്ട്ര എല്ലാവരും ഇരിക്കുന്നു വായിക്കാൻ റെഡി ആയിട്ട്. അപ്പൊ ഞാൻ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ കോളേജിൽ പഠിക്കുകയാണ്, അതും ഇതേപോലെ ബികോമിന്റെ എക്സാം ആണ്. അപ്പോ ഞാനിങ്ങനെ അപ്പൂപ്പന് നല്ലോണം അറിയാം ഞാൻ ടെൻഷൻ നല്ലോണം ഉള്ള കൂട്ടത്തിലുള്ള ആളാണെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്ക് ടെൻഷനൊന്നും വേണ്ട, നമുക്ക് റിഹേഴ്സൽ ചെയ്യാമെന്ന് പറഞ്ഞു. റിഹേഴ്സൽ ഒന്ന് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ റിഹേഴ്സൽ ആണ് എന്നുള്ള ഒരു വിചാരം മനസ്സിൽ വന്നപ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആയി. അപ്പൊ അങ്ങനെ അങ്ങ് പാടി, ആ റിഹേഴ്സൽ ആണല്ലോ അങ്ങനെ പാടി. അത് പാടി ഫുൾ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഇനി നീ പോരെ ഇങ്ങോട്ട്, ഇത് കേക്കായിരുന്നു ഇനി മതി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ലാതെ അത് അങ്ങനെ എങ്ങനെ നമ്മുടെ അടുത്തുനിന്ന് പാട്ട് ബെസ്റ്റ് ആയിട്ട് കൊണ്ടുവരാം ഓരോ സിംഗറിന്റെ അടുത്ത് എന്നുള്ളത് അങ്ങനത്തെ ലെജൻഡറി മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ അവർക്കൊക്കെ നല്ലോണം അറിയാം അത് എങ്ങനെ വേണം, ഓരോ സിംഗറിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. അപ്പോ ശരിക്കും അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അടുത്ത് വർക്ക് ചെയ്യാൻ പറ്റി. ദേവരാജ് അപ്പൂപ്പന്റെ പാട്ട് പാടാൻ പറ്റി, ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാടി, പിന്നെ അർജുന മാഷിന്റെ പാടി എന്നുള്ളതും വലിയൊരു ഭാഗ്യമാണ്. അദ്ദേഹത്തിന്റെ സിനിമയിലല്ല, അദ്ദേഹം നാടകങ്ങൾക്ക് വേണ്ടി KPSCയുടെയും ഒക്കെ നാടകങ്ങൾക്ക് വേണ്ടി സംഗീതം ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് നാടകങ്ങളിൽ അങ്ങനെ പാട്ടിൽ അദ്ദേഹത്തിന്റെ കോമ്പസിഷനിൽ മനോഹരമായിട്ടുള്ള പാട്ടിൽ അങ്ങനെ പാടി. അപ്പൊ അതിൽ ഒരു പാട്ടിനാണ് എനിക്ക് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടി. അപ്പോ അതൊക്കെ വലിയൊരു ബ്ലെസ്സിംഗ് ആണ്, അനുഗ്രഹമാണ്. പിന്നെ ഔസേപ്പച്ചൻ സാറിന്റെ പാടി, M ജയചന്ദ്രൻ ചേട്ടന്റെ പാടിയിട്ടുണ്ട്, MG രാധാകൃഷ്ണൻ സാറിന്റെ പാട്ട് പാടി, പിന്നെ ബിജു ബാലേട്ടൻ, രാഹുൽ രാജേട്ടൻ, അങ്ങനെ ഇപ്പത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ കുറച്ചുപേരുടെ ഒക്കെ അങ്ങനെ പാടിയിട്ടുണ്ട്. അപ്പോ അതൊക്കെ ഒരു വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നമുക്ക് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. റെക്കോർഡിങ്ങിന് പോകുമ്പോൾ നമുക്ക് അവരുടെ ഒരു രീതിയിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. അപ്പൊ അതൊക്കെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അതെ, തീർച്ചയായും ഭാഗ്യമാണ്. അതെ അതെ. അപ്പൊ മാം, ഇപ്പൊ OMV കുറുപ്പ് സാറിന്റെ വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളും കവിതകളും ഒക്കെ കേട്ട് വളർന്ന, സിനിമാ ഗാനങ്ങളൊക്കെ കേട്ട് വളർന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്നത്തെ ജനറേഷന്റെ പാട്ടുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലതൊക്കെ തട്ടിക്കൂട്ടുകളാണെന്ന് പറയാം. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താണ് ഒരു അഭിപ്രായം? വരികളുടെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ നമുക്ക് നല്ല നല്ല വരികൾ എഴുതുന്ന ഒരുപാട് ഇപ്പൊ നല്ല ലിറിസിസ്റ്റ് ഇപ്പോഴും ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇപ്പൊ മുത്തശ്ശൻ, വയലാർ സാർ, പിന്നെ ഭാസ്കര മാഷ് എന്നുള്ള അങ്ങനെ ശ്രീകുമാരൻ തമ്പി, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ജനറേഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരുപാട് അങ്ങനത്തെ നല്ല നല്ല രചയിതാക്കൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ഗിരീഷ് അങ്കിള്, കൈതപ്രം സാറ്, അങ്ങനെ ഇപ്പോഴാണെങ്കിലും ഹരിചേട്ടൻ ഉണ്ട്, പിന്നെ വിനായക്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് നല്ല 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 വരികൾ എഴുതുന്ന ഇപ്പൊ ഒരുപാട് നല്ല പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ വരികൾ ഞാൻ വരികൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം മുത്തശ്ശൻ നമുക്ക് അങ്ങനെ വരികളുടെ അർത്ഥം മനസ്സിലാക്കി പാടുക എന്നുള്ളത് ഒരു മുത്തശ്ശൻ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. സംഗീതത്തിൽ ഇങ്ങനെ സംഗീതം മൂടിയിട്ട് വരികൾ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വരികൾ മനസ്സിലാക്കാൻ പറ്റാതെ ആവരുത് പാട്ട് പാടുമ്പോൾ. ആൾക്കാർക്ക് എന്താണോ പാടുന്നത് എന്നുള്ള കറക്റ്റ് മനസ്സിലാവണം എന്നുള്ള ആ ഒരു രീതിയിൽ മുത്തശ്ശൻ എപ്പോഴും അത് പറയുമായിരുന്നു. പ്രൊനൗൺസിയേഷൻ ഉച്ചരിക്കുന്നതൊക്കെ വളരെ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ എപ്പോഴും ഞാൻ അങ്ങനെ പാട്ടുകൾ കേൾക്കുമ്പോൾ എപ്പോഴും വരികൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അങ്ങനെ. അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നല്ല നല്ല വരികളുള്ള പാട്ടുകൾ ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഫുള്ളി ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. എന്നാ ഓക്കെ, അത്ര ഒരു തട്ടിക്കൂട്ടലായിട്ട് പാട്ടുകളും ഉണ്ട്, സത്യമാണ്. പക്ഷെ അല്ലാതെ നല്ല നല്ല നമുക്ക് പിന്നെയും കേൾക്കാനൊക്കെ തോന്നുന്ന നല്ല 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 മെലഡീസും നല്ല പാട്ടുകളും ഉണ്ടാവുന്നുണ്ട് ഇപ്പോഴും.
അതെ അപ്പൊ അങ്ങനെ പിന്നെ ഓരോ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ അനുസരിച്ച് നമുക്ക് പാട്ടുകളുടെ വ്യത്യാസം വരുമല്ലോ. ഇപ്പൊ അന്നത്തെ സമയത്തുള്ളതിനെക്കാട്ടും കൂടുതൽ ടെക്നോളജി എല്ലാം വന്നു. അപ്പൊ മാമിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പം പേഴ്സണലി ഏത് ജോണറിലുള്ള പാട്ടുകളോടാണ് കൂടുതലും താല്പര്യം? ഇപ്പം പാടിയതിൽ വെച്ചിട്ട് ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട്. അപ്പൊ മറക്കാനാകാത്ത വേദികൾ അതേതൊക്കെയാണ്? എനിക്ക് പേഴ്സണലി ഒരുപാട് ഞാൻ പാടാൻ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പാട്ടുകൾ എന്ന് പറയുന്നത് മെലഡീസ് തന്നെയാണ്. എന്നുവെച്ചാൽ ഒരു വളരെ സോഫ്റ്റ് ആയിട്ട് ഉള്ള, വളരെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു അകമ്പടിയോട് കൂടി വളരെ ഭാവം നിറഞ്ഞ, ഇമോഷൻസ് നിറഞ്ഞ അങ്ങനത്തെ പാട്ടുകൾ പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേജിൽ. അപ്പോ അങ്ങനെ പറയുമ്പോ ഗസൽസ് അത് അങ്ങനെ ഇരുന്ന് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് പാടാൻ പറ്റുന്ന ഒരു ശാഖയാണല്ലോ ഗസൽസ് എന്ന് പറയുന്നത് പാട്ടിന്റെ. അപ്പോ ഗസൽ കോൺസേർട്സ് ചെയ്യാറുണ്ട് കുറച്ച്. അപ്പൊ അതിൽ സൂര്യ ഫെസ്റ്റിവൽ എന്നുള്ള ഒരു വലിയ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വേദിയിൽ ഞാനൊരു 3-4 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ വർഷവും പാടുന്നുണ്ട്, ഗസൽ കോൺസേർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ സൂര്യ കൃഷ്ണമൂർത്തി സാറിനോട് ഒരു എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം അങ്ങനെ സാർ ഇങ്ങനെ ഒരു അവസരം തന്നതൊരു വലിയൊരു അനുഗ്രഹമാണ് എന്നെ പോലത്തെ ഒരു ആർട്ടിസ്റ്റിന്. പിന്നെ അതുപോലെ പാലക്കാട് സ്വരലയ മ്യൂസിക് ഡാൻസ് ഫെസ്റ്റിവലില് ഗസൽസ് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് ഗസൽസ് ചെയ്തു. അപ്പൊ അതൊക്കെ ശരിക്കും നമുക്ക് ഒരുപാട് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. ഇപ്പൊ ഗസൽസ് മാത്രമല്ല, ഇപ്പൊ പ്രോഗ്രാംസ് ഇപ്പൊ നമുക്ക് അങ്ങനെ നല്ല നല്ല വേദികളിൽ നമുക്ക് ഓഡിയൻസ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പാട്ടുകൾ ആസ്വദിക്കുന്ന, നല്ലോണം കൈയടിക്കുന്ന അങ്ങനത്തെ ഒരു ഓഡിയൻസിനെ കിട്ടിയാൽ തന്നെ നമുക്ക് ആ സ്റ്റേജ് മെമ്മറബിൾ ആവും. അത് എവിടെ എത്ര വലുതോ എത്ര ചെറിയ പരിപാടി എന്നുള്ളതില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു മിക്ക ആർട്ടിസ്റ്റും അങ്ങനെ തന്നെ ആയിരിക്കും. ആ ഒരു വേദിയിൽ നമുക്ക് കിട്ടുന്ന ഒരു എൻകറേജ്മെന്റും അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കും, ഇപ്പൊ അവര് ചിലപ്പോൾ ഓരോ റിക്വസ്റ്റ് തരികയാണ്, വളരെ ആസ്വദിച്ചിരിക്കുന്ന ഒരു ക്രൗഡ് ആയാലും മതി. ഭയങ്കര ഡാൻസോ അങ്ങനത്തെ ബഹളമൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവർ ആസ്വദിച്ച് നല്ല അവിടെ തന്നെ ഇരുന്ന് 2 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂർ അവിടെ തന്നെ ഇരുന്ന് ആസ്വദിക്കുന്ന ഒരു ഓഡിയൻസിനെ നമുക്ക് കിട്ടിയ അത് ഭയങ്കര ഒരു എനർജിയാണ് എനിക്കിങ്ങോട്ട് കിട്ടാറുള്ളത്. അതെ, അതിലുപരി ഒരു മനസ്സുഖം, സന്തോഷം. അതെ 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 തീർച്ചയായിട്ടും. അതെ, ഇപ്പൊ കോഴിക്കോട് ഒരു പരിപാടിയില്, കോഴിക്കോട് ശരിക്കും അവിടുത്തെ ഒരു ഓഡിയൻസ് അറിയാലോ, അവിടെ ഇങ്ങനെ പാട്ടുകൾ ശരിക്കും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു ആൾക്കാരാണ് അവിടെ കോഴിക്കോട്. മിക്കവാറും പരിപാടികൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യം ടൗൺ ഹാളിൽ ഒരു പ്രോഗ്രാം ചെയ്തിട്ട് പാടാൻ അവര് നിർത്താൻ സമ്മതിക്കണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കന്ന് ട്രെയിനാണ് രാത്രി 9:30. അപ്പൊ ഞാൻ 9 മണി വരെ അവിടെ പാടിക്കൊണ്ട് നിൽക്കുക. 9:30 ട്രെയിനാണ്, സ്റ്റേഷനിലേക്ക് ഞാൻ പോയിട്ടില്ല. 9 മണിക്ക് അവിടെ സ്റ്റേജിൽ നിൽക്കുക. അവരിങ്ങനെ ഒരു പാട്ട് കഴിയുമ്പോൾ ഇനിയും വേണം എന്ന് പറഞ്ഞിട്ട് അടുത്ത പാട്ട്. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ നോക്കുന്നില്ല, സമയമൊന്നും നോക്കുന്നില്ല. നമ്മൾ ആ ഒരു എനർജിയിൽ അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ അവരുടെ കൂടെ ഒരു ക്ഷീണവും ഇല്ല, ഒന്നുമില്ല, അങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതെ, അങ്ങനെ പിന്നെ ഓടിപ്പോയി കേറി ട്രെയിൻ ആയില്ല ഭാഗ്യത്തിന്. അങ്ങനെ ഓക്കെ മാം, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ഗസൽ സോങ് കൂടി പാടാവോ? ഓക്കെ. ആജ് ജാനെ की जिद ना करो, आज जाने की जिद ना करो, यूं ही पहलू में बैठे रहो, यूं ही पहलू में बैठे रहो, आज जाने की जिद ना करो, हाय मर जाएंगे हम तो लुट जाएंगे, हाय मर जाएंगे हम तो लुट जाएंगे, ऐसी बातें किया ना करो, आज जाने की जिद ना करो. വാവ്, സൂപ്പർ, താങ്ക് യു സോ മച്ച് മാം. അപ്പൊ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഒരു നല്ല മനോഹരമായ ഗസൽ സോങ് കൂടി മാം പാടി തന്നിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. ഒരുപാട് ONV സാറിനെ പറ്റി ഒരുപാട് ഓർമ്മകൾ ഷെയർ ചെയ്തു. പാട്ടുകളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടതാ. നമ്മുടെ സമയവും ഏകദേശം കഴിയാറായിട്ടുണ്ട് പ്രോഗ്രാമിന്റെ. അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ ആശ്രയ FM 90 ടീമിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഒത്തിരി സന്തോഷം. ഒരുപാട് സന്തോഷം എനിക്കും മനീഷ. നല്ല ഇന്റർവ്യൂ ആയിരുന്നു, നല്ല ചോദ്യങ്ങളായിരുന്നു. അപ്പൊ ഞാനും ആസ്വദിച്ചു. ഈ ഒരു സമയം പോയത് അറിഞ്ഞില്ല. ആശ്രയ FM 90യുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ ആശ്രയ FM 90 ഈ ഒരു പ്രോഗ്രാമിന്റെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആ ഒരു ടീമിന് എന്റെ നന്ദി അറിയിക്കുകയാണ്. ഇതിൽ വരാൻ പറ്റിയതിലും കുറച്ചു നേരം വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.
താങ്ക് യു സോ മച്ച് മാം, താങ്ക് യു സോ മച്ച്. റെഡ് കാർപ്പറ്റ്, എ ഡേ വിത്ത് യുവർ ഫേവറേറ്റ് സെലിബ്രിറ്റീസ്. നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം റെഡ് കാർപ്പറ്റ് സെലിബ്രിറ്റി ചാറ്റ് ഷോയിലൂടെ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 10 മണി വരെ. സ്റ്റേ ട്യൂൺ.